ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് മോഹതീരങ്ങൾ എന്ന പ്രണയ നോവലാണ്. അപ്പോൾ അതിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പറഞ്ഞു വന്നത് ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെയും കാര്യങ്ങൾ മറന്നു പോരുതേ. കാരണം വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണം, നമ്മളെ ചാനലിൽ കുറേ ആളുകൾ വരട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. മോഹതീരങ്ങൾ പ്രണയ നോവൽ, അധ്യായം 4, നോവൽ തുടർച്ച. ഗൗരവത്തിലാണവൻ, അതവൾക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടത് വിശാഖേട്ടനെയാണ്, അവൾ പറഞ്ഞു. എനിക്ക് താല്പര്യമില്ലെങ്കിലോ? അത്ര പെട്ടെന്ന് ഈ മനസ്സിൽ നിന്നും ഇറക്കി വിടാനുള്ള ദ്രോഹമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ടെങ്കിൽ പറയ്. എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം എന്നോടെന്തിനാ? മാതാപിതാക്കളാകുമ്പോൾ ഇങ്ങനെയുള്ള ചില കരുതലുകളൊക്കെ ഉണ്ടാവില്ലേ? അത് നമ്മൾ മക്കൾക്ക് പറ്റുമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അത് തന്നെയാണ് ഞാനും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തള്ളിക്കളഞ്ഞിരിക്കുന്നു നിൻ്റെ കുടുംബത്തിനെ. അതിന് ഞാൻ എന്ത് പഴിച്ചു? എന്നെ എന്തിനാ അകറ്റി മാറ്റുന്നത്? വിശാഖേട്ടന് ജോലിയില്ലെങ്കിൽ എനിക്കുണ്ടല്ലോ. അത് നമ്മൾ പിരിയുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലും ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്തിനാ ഇത്? ഇപ്പോൾ കിട്ടിയ ജോലി കൊണ്ട് ജീവിതമാക്കിക്കൂടെ? വിശാഖേട്ടൻ എന്നെ വിളിച്ചാൽ ഏത് നിമിഷവും ഞാൻ വരും. പ്ലീസ് വിശാഖേട്ടാ, എന്നെ ഒന്ന് വിളിക്ക്. എനിക്ക് നിങ്ങളെ അത്രമാത്രം ഇഷ്ടമാണ്. അവൾ വിങ്ങിക്കരച്ചു. ഈ കരച്ചിൽ കൊണ്ട് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് ഇവൾ കരുതുന്നുണ്ടാവും. ഇല്ല, മാറില്ല. എൻ്റെ ഹൃദയത്തിനേറ്റ മുറിവ് മാറാത്തിടത്തോളം ഒരു മാറ്റവും ഉണ്ടാവില്ല. അതൊന്നും എൻ്റെ മനസ്സിൽ കയറില്ല. മുഴുവൻ നിൻ്റെ അച്ഛൻ്റെ നിന്ദയുടെ വാക്കുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. നിൻ്റെ അച്ഛൻ ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ച് വാങ്ങിത്തന്ന ജോലിയുടെ തണലിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് സ്വന്തമായി നല്ല വരുമാനം ഉണ്ടാകണം. ഏത് ജോലി എടുത്താലും ഞാനതുണ്ടാക്കും. അത് കഴിഞ്ഞിട്ടേ കുടുംബജീവിതം ഉള്ളൂ. എനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല. പോയിക്കൊള്ളൂ. അവളുടെ മനസ്സ് പൊള്ളുന്നുണ്ടായിരുന്നുവെങ്കിലും അവസാനമായി കരുതി കൊണ്ടുവന്ന ഒന്നുകൂടി അവൾ ചോദിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തേട്ടെ? അവൾ ചോദിച്ചു. അതല്ലേ അതിൻ്റെ ശരി, അവൻ പറഞ്ഞു. അവൾക്ക് സങ്കടം വന്നു. കൂടുതൽ ബഹളം കാട്ടണ്ട, മറ്റുള്ളവർ ശ്രദ്ധിക്കും. അത്രയും കൂടി അവൻ പറഞ്ഞപ്പോൾ പൂർണ്ണമായും തന്നെ തഴയുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾ പുറത്തേക്ക് 1-2 ചുവടുകൾ വെച്ചു. ഒന്ന് നിന്നേ, അവൻ വിളിച്ചു. നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടിയെന്ന് വരില്ല. അതിനു മുമ്പ് ഒരു കാര്യം കൂടി. അവൾ തിരിഞ്ഞു നോക്കി. ആ കഴുത്തിൽ താലി ഞാൻ കെട്ടിയതല്ലേ? മാറുമ്പോൾ എല്ലാം മാറണമല്ലോ. അതല്ല അതിൻ്റെ നടപ്പ്. അതുകൊണ്ട് അതിങ്ങ് മടക്കി തരണം ഈ നിമിഷം, അവൻ ആവശ്യപ്പെട്ടു. അത് കേട്ടതും ഗ്രീഷ്മയുടെ ഉള്ളൊന്ന് പിടച്ചു. പിരിമുറുക്കം കൊണ്ട് ശരീരം വിറച്ചു. താലി കെട്ടിയവൻ അവകാശപ്പെടുന്നു അത് അഴിച്ചു വെക്കണമെന്ന്. വേണോ? അവൾ ചിന്തിച്ചു. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് എല്ലാം അസ്തമിക്കുന്നു. ഏതു നിയമത്തെക്കാളും ശക്തിയുള്ള വിശ്വാസം, അതാണ് പൊട്ടിച്ചെറിയണമെന്ന് പറയുന്നത്. അതോടുകൂടി എല്ലാ ബന്ധവും തീരും. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ഏറെ നേരം ആ നേട്ടത്തിനൊടുവിൽ താലിമാലയിൽ അവളുടെ കൈമുറുക്കി. ഒരു നിമിഷം അവൻ്റെ മേശപ്പുറത്തേക്ക് അത് അഴിഞ്ഞു വീണു. അവൾ ഇറങ്ങി നടന്നു. പോകുന്ന വഴിയിൽ അവൾ പലതും ആലോചിച്ചു. ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാലോ എന്ന്. അപ്പോൾ പാവം അമ്മയെക്കുറിച്ച് ഓർത്തു. അമ്പിളി അമ്മയും ഷിഗേച്ചിയും നിതിനെയും കുറിച്ച് ഓർത്തു. അവരെല്ലാം എന്നെ സ്നേഹിക്കുന്നവരാണ്. അവരെ തനിക്ക് പിരിയാനാവുമോ? അച്ഛന് സ്നേഹമുണ്ട്, പുറമേക്കധികം കാട്ടാറില്ല. അച്ഛൻ്റെ സ്നേഹം കുടുംബത്തോടാണ്. മക്കളുടെയും ഭാര്യയുടെയും ശ്രേയസ്സിനു വേണ്ടിയാണ് അച്ഛൻ പ്രയത്നിക്കുന്നത്. അതിനിടയിൽ ഒരു കല്ലുകടി ഉണ്ടായാൽ അച്ഛനത് സഹിക്കാൻ കഴിയില്ല, ചെറുതാണെങ്കിൽ പോലും. അതുകൊണ്ട് എനിക്കെൻ്റെ അച്ഛനെ വെറുക്കാൻ കഴിയുമോ? അതിന് മാത്രം അച്ഛൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷെ വിശാഖേട്ടൻ. പൊള്ളുന്ന മനസ്സുമായിട്ട് ഗ്രീഷ്മ തിരികെ വീട്ടിലെത്തി. വൈകുന്നേരത്തോടെ അവൾ ജോലിക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഗ്രീഷ്മ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ സീത ജോലിക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. നിതിൻ കോളേജിലേക്കും. അവൾ വന്നപാടെ അച്ഛൻ്റെ മുറിയിലേക്ക് പോകുന്നത് സീത കണ്ടു. അപ്പോൾ അങ്ങോട്ട് അത്യാവശ്യമായി പോയത് മറ്റൊന്നിനുമല്ലെന്ന് സീതയ്ക്ക് മനസ്സിലായി. ആ പെറ്റീഷൻ മടക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. മോള് 2 ദിവസമായി വിരളി പിടിച്ച് നടക്കുകയാണ്.
ആർക്കാണ് അവളെ സഹായിക്കാൻ കഴിയുക? അമ്പിളി ചേച്ചിക്കോ, ഷിഗയ്ക്കോ, രത്നോ, അതോ തനിക്കോ? ആർക്കുമൊന്നും അവളെ സഹായിക്കാൻ കഴിയുന്നില്ല. ഓർത്തപ്പോൾ സീതയുടെ നെഞ്ചിലാകെ തീ കത്തുകയാണ്. ഗ്രീഷ്മ തിരിച്ചവളുടെ മുറിയിലെത്തിയപ്പോൾ സീത പിന്നാലെ ചെന്നു. മോളെ, നീ എല്ലാം തീർച്ചപ്പെടുത്തിയല്ലേ? സീത ചോദിച്ചു. ഞാൻ പിന്നെ എന്തു ചെയ്യും? 2 പേരിൽ നിന്ന് ശക്തമായി മത്സരിക്കുമ്പോൾ അവർക്കിടയിൽ നിൽക്കുന്ന ഞാൻ എങ്ങനെ വിജയിക്കാനാണമ്മേ? അവളെ സങ്കടമുറ്റി ചോദിച്ചു. നീ ഇന്നലെ അവനെ കാണാൻ പോയിരുന്നല്ലേ? പോയി. എന്നിട്ട് അവനൊരു അയവുമില്ലല്ലോ? സീത ചോദിച്ചു. എന്ന് മാത്രമല്ല, കഴുത്തിൽ കിടന്ന താലിമാല ഊരി വാങ്ങിച്ചു. ഈശ്വര! അപ്പോഴാണ് സീത അവളുടെ കഴുത്തിലേക്ക് ശ്രദ്ധിച്ചത്. അതും ഇത്ര പെട്ടെന്ന് വാങ്ങിച്ചോ? അവർ നെഞ്ചത്ത് കൈവച്ചു. അമ്പിളി ചേച്ചിയോ ഷിഖയോ നീ ആരെങ്കിലും കണ്ടിരുന്നോ മോളെ? സീത ചോദിച്ചു. ഇല്ലമ്മേ, കണ്ടിട്ട് യാതൊരു പ്രയോജനമില്ല, അവൾ പറഞ്ഞു. സീത പെട്ടെന്ന് വാസുദേവൻ നായരുടെ അടുത്തെത്തി. വാസുട്ടാ, എന്താ? കസരയിൽ ചാരിയിരുന്ന് ഗ്രീഷ്മ കൊടുത്ത പരാതി ഒരാവർത്തി കൂടി വായിച്ചെടുക്കുകയായിരുന്നു അയാൾ. ഗൗനിക്കാതെ പറഞ്ഞു. ഇതെന്താ, ഇത് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? സീത ചോദിച്ചു. പിന്നല്ലാതെ, പെട്ടെന്നത് ചെയ്യണം, അയാൾ പറഞ്ഞു. പെണ്ണിൻ്റെ നെഞ്ചുരുകിയ അത് വാസേട്ടൻ കാണുന്നുണ്ടോ? സീതയ്ക്ക് അരിശം വന്നു. ഇപ്പോഴത്തെ ഈ ഒരുക്കം കാര്യമാക്കണ്ട, അത് തണുത്തോളൂ. ഭാവിയിൽ അതിനേക്കാളും അപ്പുറത്തുള്ള ഒരുക്കം കാണാതിരിക്കാനാണ് ഞാനിത് ചെയ്യുന്നത്, അയാൾ പറഞ്ഞു. ഇത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കാൻ പോണതെന്ന് വാസോട്ടൻ ധരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നത്, ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്, സീത പറഞ്ഞു. എന്തു ദോഷം? അയാൾ സീതയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വിശാഖനെ കൂടാതെ മറ്റൊരു പുരുഷനെ ഭാവിയിൽ അവൾ സ്വീകരിക്കുമെന്ന് വാസോട്ടൻ കരുതുന്നുണ്ടോ എന്നവൾ പറഞ്ഞോ? അയാൾ ചോദിച്ചു. പറഞ്ഞില്ല, പക്ഷെ അതിനവൾക്ക് കഴിയില്ല. ഒരമ്മ എന്ന നിലയിൽ അവളുടെ മനസ്സ് കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. അവൾ അവളുടെ ജീവിതം തന്നെ ഉപേക്ഷിച്ചിട്ടാണ് ഈ കടലാസിൽ ഒപ്പിട്ട് വന്നിരിക്കുന്നത്, സീത പറഞ്ഞു. വാസുദേവൻ നായർ സീത പറഞ്ഞത് കേട്ടിരുന്നതേ ഉള്ളൂ, തിരിച്ചൊന്നും പറഞ്ഞില്ല. കൊടുക്കുന്നതിന് മുമ്പ് വാസോട്ടൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, പറഞ്ഞിട്ട് സീത ആ മുറി വിട്ടു. അധ്യായം 7. താലിമാല തിരിച്ചു വാങ്ങിച്ചു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഷിഖയും രക്തനും വൈകുന്നേരം കാവിൽ താഴേക്ക് ചെന്നത്. അവർക്ക് 2 പേർക്കും വിശാഖനോട് വല്ലാത്ത രോഷം തോന്നിയിരുന്നു. അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അവരവിടെ എത്തിയത്. അമ്മേ, ഷിഖ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് ധൃതിയിൽ പുറത്തു നിന്നും കടന്നു വന്നത്. വിശാഖ അകത്തുണ്ടെങ്കിലും അവന് കൂടി കേൾക്കണം, അതിനുവേണ്ടിയാണ് ശബ്ദമുയർത്തി വിളിച്ചത്. പിന്നാലെ രത്നം കടന്നു വന്നു. വിശാഖ സ്വീകരണ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവനെ അവൾ കാണുകയും ചെയ്തു. അവനപ്പോൾ TV പരിപാടിയിൽ രസം പിടിച്ചിരിക്കുകയായിരുന്നു. ഈ സമയം അമ്പിളിയമ്മയും അടുക്കളയിൽ നിന്നും അവിടേക്ക് വന്നു. അവർ വന്നത് എന്തിനാണെന്ന് അമ്പിളിയമ്മയ്ക്ക് അറിയാമായിരുന്നു. സീത പറഞ്ഞിട്ട് ആ വിവരം ഷിഖയും രക്തനെയും വിളിച്ചറിയിച്ചതും അമ്പിളിയമ്മയാണ്. നിനക്ക് എന്തിൻ്റെ കേടാന്നാ എനിക്ക് മനസ്സിലാവാത്തത്? നീ ഇന്നലെ ഗ്രീഷ്മയുടെ കഴുത്തിൽ കിടന്ന താലിമാല ഊരി വാങ്ങിച്ചോ? അവൻ്റെ അരികിലെത്തിയ ഷിഖ ദേഷ്യത്തോടെ ചോദിച്ചു. വിശാഖൻ അവൾ ചോദിച്ചത് ഗൗനിക്കാതെ പരിപാടിയിൽ തന്നെ ഊന്നി. അത് കണ്ടിട്ട് അരിശം വന്ന രത്തൻ അവൻ്റെ നേരെ ഒച്ച വെച്ചു. നീ എന്താ കളികയാക്കുകയാണോ? അവൾ ചോദിച്ചത് കേട്ടില്ലേ? വാങ്ങിച്ചു. TV-യിൽ നിന്നും കണ്ണു പറിക്കാതെ തന്നെ വിശാഖ അതിന് മറുപടി കൊടുത്തു. അവൻ്റെ നിസ്സംഗഭാവം കണ്ട് ദേഷ്യം വർദ്ധിച്ച രത്തൻ ടീപ്പോയിലിരുന്ന റിമോട്ട് എടുത്ത് TV ഓഫാക്കി. ഇതെന്താ പിള്ളകളിയാണോ? കുറച്ചൊക്കെ അന്തസ് വേണോടാ, അന്തസ്, രത്തൻ പറഞ്ഞു. നിന്റെ ജോലി പോയെന്നറിഞ്ഞപ്പോഴുണ്ടായിരുന്ന വിഷമം കൊണ്ടാ നിന്റെ അമ്മായച്ഛൻ എന്തൊക്കെയോ പറഞ്ഞത്. എന്നുവെച്ചാൽ നീ ഇങ്ങനെയാണോ കാട്ടേണ്ടത്? കുറച്ചാകുമ്പോൾ ഇതൊക്കെ ആറ് തണക്കില്ലേ? തിളച്ചു വന്ന ദേഷ്യത്തിൽ രത്തൻ പറഞ്ഞു. നന്നായി, ഇങ്ങനെ വേണം നിങ്ങളൊക്കെ. ബാക്കിയുള്ളവൻ്റെ തല ഇറക്കുമ്പോൾ നിങ്ങൾ ഇറക്കുന്നവൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കണം, വിശാഖൻ അവരെ പുച്ഛിക്കുന്ന പോലെ പറഞ്ഞു. വേണടാ, എന്തിനും ഒരു ന്യായം. നീ ആ പെണ്ണിനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല, രത്തൻ ആവർത്തിച്ചു. റിട്ടയർഡ് തഹസിൽദാരെ നിങ്ങൾക്ക് എന്തറിയാം? 2 മാസം വേണ്ട, 2 നിമിഷം മതി അയാൾ അറിയാൻ. അയാളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടക്കും. വിവാഹമോചനത്തിനുള്ള പരാതി കോടതിയിലെത്തും, പിന്നെ മുറ പോലെ. അപ്പോൾ പിന്നെ ഞാൻ കെട്ടിയ താലി അവിടെ കഴുത്തിലിടണോ? അവൻ ചോദിച്ചു. അത് തീരുമാനമായിട്ട് പോരെ? ഷിഖ ചോദിച്ചു. പറ്റില്ല. എങ്കിൽ നീ ഭദ്രമായി സൂക്ഷിച്ചോ, അടുത്ത ആൾ വരുമ്പോൾ വേണമല്ലോ. ഷിഖയ്ക്ക് അരിശം വന്നു. അങ്ങനെ ഒരുത്തിയും ഇനി എൻ്റെ ജീവിതത്തിന് കണക്ക് പറയാനുണ്ടാവില്ല, വിശാഖ് പറഞ്ഞു. എങ്കിൽ പിന്നെ നീ ഗ്രീഷ്മേനെ എന്തിനുപേക്ഷിക്കണം? അതിന് തക്ക തെറ്റെന്താ അവൾ ചെയ്തത്? ഷിഖ ചോദിച്ചു.
വേണ്ട ചേച്ചി. ചേച്ചി അതും ഇതും പറഞ്ഞിട്ട് എൻ്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ മാറ്റാൻ ശ്രമിക്കണ്ട, വിശാഖ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറഞ്ഞത് അമ്പിളിയമ്മയായിരുന്നു. നിഷ്കളങ്കായ ഒരു പെണ്ണിൻ്റെ മനസ്സ് നോവിച്ചാൽ നിനക്ക് എക്കാലത്തും ദുഃഖിക്കേണ്ടി വരും. ഗ്രീഷ്മ മോള് എനിക്ക് എൻ്റെ ശിഖമോളെ പോലെ തന്നെയാണ്. അവൾ മരുമോളല്ല, എൻ്റെ മോളാ. അവളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ആവുന്നില്ല. അത് നിനക്കറിയാമോ? ആരെതിർത്താലും നിൻ്റെ അരികിൽ അവൾ ഓടിയെത്തും. വന്നില്ലേ നിൻ്റെ അരികിൽ ഇന്നലെ? എന്തിനു വേണ്ടിയാ? നീ പറയണം. അവൾ പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കരുതെന്ന്. അതിനുവേണ്ടി അവൾ വന്നത്. എന്നിട്ട് നീ അത് കണ്ടില്ല. നിൻ്റെ മനസ്സിൽ ചെകുത്താൻ കുടിയേറിപ്പോയി. മനസ്സിൽ ഉറഞ്ഞുകൂടിയ വിങ്ങൽ സഹിക്കവയ്യാതെയാണ് അമ്പിളിയമ്മ അത്രയും പറഞ്ഞത്. അതിനിടയിൽ രത്തൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അയാളുടെ സഹപ്രവർത്തകൻ രവിയുടേതായിരുന്നു ആ കോള്. എന്താ രവി? രത്തൻ ചോദിച്ചു. മറുപടി കേട്ട രത്തൻ്റെ മുഖത്ത് പരിഭ്രമം നിഴലിക്കുന്നത് ശിഖയും അമ്പിളിയമ്മയും കണ്ടു. ആരാ രത്ത? എന്താ? അമ്പിളിയമ്മ അവനോട് ചോദിച്ചു. അത് പിന്നെ വിളിച്ചത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രവിയാണ്. അശുഭകരമായ ഒരു വാർത്ത വിളമ്പാനുള്ള ചെറിയ പരുങ്ങലിൽ അവനിൽ കണ്ട ശിഖ ചോദിച്ചു. എന്താ? വേണ്ടപ്പെട്ടവർക്ക് വല്ലതും സംഭവിച്ചോ? ആർക്ക്? അമ്പിളിയമ്മ ചോദിച്ചു. മറ്റാർക്കുമല്ല, അങ്കിളിനാണ്, ഗ്രീഷ്മയുടെ അച്ഛന്. അയ്യോ ടീച്ചര, എന്താ? അമ്പിളിയമ്മ നെഞ്ചത്ത് കൈവച്ചു. ശിഖയ്ക്കും പരിഭ്രമമായി. വിശാഖിൻ്റെ മുഖത്തും രത്തൻ പറയാൻ പോകുന്ന വാർത്ത അറിയാനുള്ള ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ഒരപകടമാണ്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ വളവിൽ വെച്ചായിരുന്നു സംഭവം. അങ്കിള് യാത്ര ചെയ്ത ഓട്ടോയ്ക്കിട്ട് ഒരു കാറ് തട്ടി. അത് നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയെ മറികടന്ന് വന്നിടിക്കുകയായിരുന്നു. അങ്കിളിനെയും ഓട്ടോ ഡ്രൈവറെയും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. രണ്ടുപേരുടെ നില അല്പം പരങ്ങില്ല. അവൻ അത്രയും പറഞ്ഞു. നമുക്ക് പോണ്ടേ? നീ എന്താ കാറ്റ് പിടിച്ചവനെ പോലെ നിൽക്കുന്നത്? വേഗം റെഡിയാക്ക്, അമ്പിളിയമ്മ വിശാഖിനോടായി പറഞ്ഞു. ഇല്ല, അവൻ പറഞ്ഞു. ഇല്ലേ? മൂവരും ഒരുപോലെയാണ് ചോദിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്ന് പരിചയമുള്ള പലരുടെയും ഫോണിലൂടെ മാറി മാറി വിളിക്കുകയാണ് രക്തൻ. ഉടനടി രക്തം വേണം, എ നെഗറ്റീവ്. പലരും വരാമെന്ന് ഏറ്റിട്ടുണ്ട്. എങ്കിലും അവരൊക്കെ ഇവിടെ എത്തണമെങ്കിൽ അരമണിക്കൂറെങ്കിലും എടുക്കും. അതിനിപ്പുറം ഒന്നും സംഭവിക്കരുത് എന്ന് അവൻ്റെ മനസ്സ് പ്രാർത്ഥിച്ചു. ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. അവർ അതിനു വേണ്ട നടപടിയിലേക്ക് നീങ്ങുകയാണ്. ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലും ആ ഗ്രൂപ്പിൽപ്പെട്ട രക്തമില്ലെന്ന് പറയുന്നു. എ നെഗറ്റീവ് റെയറാണ്. സംഭവസ്ഥലത്ത് വെച്ച് രക്തം വാർന്ന് പോയിരിക്കുന്നു. ചിലപ്പോൾ കൂടുതൽ രക്തം വേണ്ടിവരും. കാലിനും കൈക്കുമൊക്കെ നല്ല പരിക്കുണ്ട്. തലയ്ക്കും ക്ഷതമുണ്ട്. വാസുദേവൻ നായർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ വഴിമധ്യം മരിച്ചിരുന്നു. അയാളുടെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഇനി നാളെ നടക്കും. പോലീസ് വാഹനത്തിലാണ് രണ്ടുപേരെയും ഇവിടെ എത്തിച്ചത്. അവർ പുറത്തുണ്ട്. അഡീഷണൽ SI പുഷ്പനും 1-2 പോലീസുകാരും. ശിഖ മാറാതെ അകത്ത് വാസുദേവൻ നായരുടെ അരികിലുണ്ട്. അവൾ ജനറൽ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടുള്ള സ്വാതന്ത്ര്യം അവൾക്ക് അവിടെ ഉണ്ടായിരുന്നു. രക്തൻ പറഞ്ഞതുകൊണ്ടാണ് അമ്പിളിയമ്മ അന്നേരം അവരുടെ കൂടെ പോരാഞ്ഞത്. പിറ്റേന്ന് രാവിലെ വിശാഖിനെയും കൂടെ കൂട്ടി വരണമെന്ന് പറയുകയും കൂടി ചെയ്തു. രത്തൻ സീതയെയും ഗ്രീഷ്മയെയും ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു കഴിഞ്ഞിരുന്നു. ഗ്രീഷ്മ വാർഡിലായിരുന്നതുകൊണ്ട് അവരെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കാണാതെ പോയത്. രക്തൻ വിവരം പറഞ്ഞതോടെ ഫോണിലൂടെ അവളുടെ ഞരക്കം അവൻ കേട്ടു. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു സീതയെ അറിയിച്ചപ്പോഴും. ഏതായാലും അവർ ഉടനെ എത്തും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരോഗ്യദൃഢഗാത്രരായ 2 യുവാക്കൾ കാഷ്വാലിറ്റിയുടെ മുന്നിലെത്തി. ചങ്ങനാശ്ശേരിയിൽ നിന്നും അപകടത്തിൽപ്പെട്ടുകൊണ്ടുവന്ന ആളിൻ്റെ ബന്ധുക്കളെ അവർ തിരക്കുന്നത് കേട്ടുകൊണ്ടാണ് രത്തൻ അവരുടെ അടുത്തേക്ക് ചെന്നത്. ഞാനാ നിങ്ങൾ അന്വേഷിക്കുന്ന ആള്. നിങ്ങൾ ബ്ലഡ് തരാൻ വന്നതല്ലേ? രത്തൻ അവരോട് ചോദിച്ചു. അതെ, പാർട്ടി ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു. രത്തൻ ആശ്വാസമായി. വരൂ. അവരെയും വിളിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡോക്ടറുടെ അടുത്തെത്തി. ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്ത് രക്തമെടുക്കാനും അതിനുശേഷം വാസുദേവൻ നായരെ ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിലേക്ക് നീക്കാനും ഡോക്ടർ ഏർപ്പാട് ചെയ്തു. അതെല്ലാം വളരെ വേഗത്തിലാണ് നടന്നത്. വാസുദേവൻ നായരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സീതയും ഗ്രീഷ്മയും നിതിനുമെല്ലാം വന്നത്. കൂട്ടത്തിൽ അവരുടെ അയൽപക്കത്തെ ശശിയും സുധർമ്മയുണ്ടായിരുന്നു. ശശിയുടെ കാറിലാണ് അവരെത്തിയത്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ രത്തനും ശിഖയും നിൽപ്പുണ്ടായിരുന്നു. ദൂരേന്ന് കരച്ചിലും പിഴച്ചിലുമായി കടന്നു വരുന്ന അവരെ കണ്ട് രത്തനും ശിഖയും മുന്നോട്ട് ചെന്നു. ബഹളം വെക്കണ്ട, കാര്യമായി കുഴപ്പമൊന്നുമില്ല. രക്തം കുറേ പോയിട്ടുണ്ട്, ചില്ലറ പരിക്കും. അതിനുവേണ്ടി തിയേറ്ററിൽ കയറ്റിയിരിക്കുക. രത്തൻ അവരെ ഒന്ന് മയപ്പെടുത്താനായി പറഞ്ഞു. സീതയും ഗ്രീഷ്മയും ശിഖയെ താങ്ങിപ്പിടിച്ചു നിന്ന് തേങ്ങുകയാണ്. നിധിൻ തളർന്ന മട്ടിൽ
രത്തൻ്റെ തോളിലും. രക്തൻ അവനെ ചേർത്ത് പിടിച്ച് പുറത്തുകൂടി തലോടി. എന്ത് ചോദിക്കണം, എന്ത് പറയണമെന്നറിയാതെ അവരുടെ പിന്നിലായി ദുഃഖത്തോടെ സുധർമ്മയും ശശിയും നിന്നു. ഗ്രീഷ്മയ്ക്കറിയാം രത്തേട്ടൻ പറഞ്ഞതൊന്നുമല്ല കാര്യങ്ങളെന്ന്. പരിക്കുകളുടെ ഗൗരവം അവൾ മനസ്സിൽ ഊഹിച്ചിരുന്നു. ജീവന് തന്നെ അപായമുണ്ടാകുമോ എന്നായിരുന്നു അവളുടെ മറുപടി. നിങ്ങൾ വരൂ, അവിടെ പോയിരിക്കാം. ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ ഇടനാഴിയിലൂടെ അല്പം മുന്നോട്ട് കടന്നുള്ള ഭാഗത്തേക്ക് ചൂണ്ടി രത്തൻ പറഞ്ഞു. അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. വേണ്ട രത്തേട്ടാ, ഞങ്ങളിവിടെ നിന്നോളാം, ഗ്രീഷ്മ പറഞ്ഞു. ഇവിടെ കൂട്ടം കൂടി നിൽക്കരുതെന്ന് വേറെ ചിലരോട് അവർ പറഞ്ഞു കഴിഞ്ഞു, രത്തൻ അറിയിച്ചു. അരമനസ്സോടെ അവർ വെളിയിലേക്ക് നടന്നു. 1 മണിക്കൂറിന് ശേഷം തിയേറ്ററിൽ നിന്നും 2 ഡോക്ടർമാർ പുറത്തേക്ക് വന്നു പോകുന്നതും അവർ കണ്ടെങ്കിലും വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല. പിന്നെയും സമയമെടുത്തു ആ വിവരത്തിന്. വാസുദേവൻ നായരെ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിയേറ്ററിന് പുറത്തേക്ക് വന്ന നേഴ്സ് അറിയിച്ചു. ഉത്കണ്ഠാഭരിതരായി എല്ലാവരും ICUവിന് മുന്നിലേക്ക് ഓടി. അവിടെ ചെന്നെങ്കിലും അവർക്ക് അകത്തു കയറിക്കാരാൻ പറ്റില്ലെന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയത്. വാസുദേവൻ നായർക്ക് ബോധം വീണിട്ടില്ല. പോലീസുകാരും അവിടെ എത്തി. രത്തനോട് വിവരങ്ങൾ അന്വേഷിച്ച ശേഷം അവർ മോർച്ചറി ഭാഗത്തേക്ക് നീങ്ങി. പിറ്റേന്ന് രാവിലെ 7 മണിയോടെ വാസുദേവൻ നായർക്ക് ബോധം തെളിഞ്ഞതായി അറിയിച്ചു. എങ്കിലും ഡോക്ടർ വന്നെങ്കിലും ഒരാൾക്കെങ്കിലും അകത്തേക്ക് കടക്കാമോ എന്ന് അറിയാൻ കഴിയും. ആ കാത്തിരിപ്പിലാണ് എല്ലാവരും. 10:30 ഒരു സീനിയർ ഡോക്ടറും 3 ജൂനിയർ ഡോക്ടർമാരും വന്ന് ICUവിനകത്തേക്ക് പ്രവേശിച്ചു. പരിശോധന കഴിഞ്ഞ് അവർ പുറത്തേക്ക് വന്നു. ആരാണ് വാസുദേവൻ നായരുടെ ബന്ധുക്കൾ? സീനിയർ ഡോക്ടർ ആരാഞ്ഞു. രത്തൻ മുന്നോട്ട് ചെന്നു. നിങ്ങൾ ആരാണ് അയാളുടെ? ഡോക്ടർ ചോദിച്ചു. മകളുടെ ഭർത്താവിൻ്റെ അളിയനാ, രത്തൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ വരൂ, ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇടനാഴിയിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നു. ഒപ്പം രത്തനും. സർ, ഞാനൊരു സിവിൽ പോലീസ് ഓഫീസറാണ്. അവനെ വ്യക്തമായി പരിചയപ്പെടുത്തി. എവിടാ? ഡോക്ടർ ചോദിച്ചു. ചങ്ങനാശ്ശേരിയിലാണ്, അവൻ പറഞ്ഞു. ഡോക്ടർ നിന്നു. ശരി, എങ്കിൽ നിങ്ങൾ കേട്ടോളൂ. തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ പറഞ്ഞു. രത്തൻ ഉത്കണ്ഠയോടെ ഡോക്ടറെ നോക്കി. എന്തെങ്കിലും കൂടുതൽ പ്രശ്നമുണ്ടോ സർ? ഇപ്പോൾ അയാളുടെ ജീവൻ അപകടത്തിലല്ലെന്ന് പറയാം. പക്ഷേ ഒരു ഭാഗം ചലിക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത്. അതായത് ഇടതുകാലും ഇടതു കൈയും ഉൾപ്പെടെ ഒരു വശം ചലിക്കുന്നില്ല. സംസാരിക്കാൻ കഴിയുമോ എന്ന് 2 ദിവസം കൂടി കഴിഞ്ഞേ പറയാൻ പറ്റൂ. വീഴ്ചയിൽ നെർവിനേറ്റ തകരാറാണെന്ന് വേണം കരുതാൻ, പറഞ്ഞിട്ട് ഡോക്ടർ മുമ്പോട്ട് നടന്നു. രത്തൻ ഒരു നിമിഷം അവിടെ തറച്ചു നിന്നു. പിന്നെ തിരിച്ചു നടന്നു. അവൻ ICUവിൻ്റെ മുന്നിലെത്തിയപ്പോൾ അമ്പിളിയമ്മയും അവിടെ എത്തിയിരുന്നു. കൂടെ വിശാഖനെ കണ്ടില്ല. രത്തനോട് ഡോക്ടർ എന്തായിരിക്കും പറഞ്ഞതെന്നുള്ള ആശങ്കയായിരുന്നു എല്ലാവർക്കും. ഡോക്ടർ എന്ത് പറഞ്ഞു? എല്ലാവരും മാറി മാറി ചോദിച്ചു. പെടുന്നതിനെ പറയാനുള്ള വിഷമം അവനെ വല്ലാതെ അലട്ടി. അത് കണ്ടിട്ട് ഗ്രീഷ്മ പറഞ്ഞു. എന്താണെങ്കിലും പറയും രത്തേട്ടാ, എല്ലാവരുടെയും മനസ്സിൽ തീ ആളിപ്പടരുകയാണ്. രത്തൻ ഡോക്ടർ പറഞ്ഞ കാര്യം അതേപടി അവരോട് പറഞ്ഞു. അത് കേട്ടതും സീത പിന്നോട്ട് മലച്ചു. ഗ്രീഷ്മ ഉൾപ്പെടെ എല്ലാവരും പരിഭ്രാന്തനായി. പിന്നിൽ സുധർമ്മ നിന്നതുകൊണ്ട് മാത്രം താഴേക്ക് വീഴാതെ താങ്ങിപ്പിടിച്ചു. അടുത്തുള്ള കസേരയിലേക്ക് ഇരുത്തി. കയ്യിൽ കൊണ്ടുവന്ന കുപ്പിവെള്ളം മുഖത്തേക്ക് തളിക്കുകയും ചെയ്തു. വെള്ളം വീണപ്പോൾ സീതയുടെ കണ്ണുകൾ തെളിഞ്ഞു. കുറച്ച് സമയം കൂടി കഴിഞ്ഞു. അകത്ത് കയറി കാണാനുള്ള അനുവാദം കിട്ടി. പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ പറ്റില്ല, ഒരാൾ വീതം. അവസാനമാണ് ഗ്രീഷ്മ കയറിയത്. അച്ഛനെ അതേ നിലയിൽ കാണാനുള്ള വിഷമം വല്ലാതെ പിടിച്ചുലച്ചിരുന്നതുകൊണ്ടാണ് ആദ്യം കാണാൻ അവൾ തുനിയാതിരുന്നത്. അവൾ അച്ഛനെ നോക്കി. കോട്ടണിൽ പൊതിഞ്ഞ വാടിത്തളർന്ന മുഖം വേദന കടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അവൾക്ക് അധിക നേരം നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ പോകുന്നു. പിടിച്ചു നിൽക്കാൻ ബലപ്പെട്ടതെന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് അവൾ അപ്പോൾ ആശിച്ചുപോയി. ആ 4 കണ്ണുകളും കണ്ണീരും മാത്രമേ പരസ്പരം സംസാരിച്ചുള്ളൂ. അതിലെല്ലാം അടങ്ങിയിരുന്നു. അവസാനം അവിടെ നിൽക്കാനാവാതെ അവൾ പുറത്തു കിടന്നു. 1 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം വാസുദേവൻ നായരുടെ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പോൾ നേരിയ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ശരീരത്തിന് ചെറിയ ചലനങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നു. തുടർച്ചയായ ചികിത്സ കൊണ്ട് മാറ്റം വരുമെന്ന് ഡോക്ടർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഗ്രീഷ്മ കിടന്നിരുന്ന മുറിയിലാണ് ഇപ്പോൾ വാസുദേവൻ നായരെ കിടത്തിയിരിക്കുന്നത്. കുറച്ചുകൂടി വിസ്താരമുള്ള മുറിയായിരുന്നു. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ജനൽ തുറന്നിട്ടാൽ വെളിയിൽ നിന്നുള്ള കാറ്റ് കിട്ടും. മലമൂത്ര വിസർജനം കിടക്കയിൽ തന്നെ. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാട്ടിലെ അടുപ്പക്കാരും ബന്ധുക്കളും 2 ദിവസമായി കൂടെ കൂടെ വന്നു പോകുന്നു. എല്ലാ മുഖങ്ങളിലും സഹതാപം. ഗ്രീഷ്മയുടെ കാര്യം ആരോടും ഒന്നും പറഞ്ഞില്ല. സുധർമ്മയുടെയും ശശിയുടെയും സഹായം നല്ലതുപോലെയുണ്ട്. സുധർമ്മയാണ് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ മുതൽ ആഹാരങ്ങളൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നത്.
ഗ്രീഷ്മ ജോലിക്ക് പോകുന്നുണ്ട്, നിതിൻ കോളേജിലും. എന്നാൽ സീത നീണ്ട അവധി എടുത്തിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാവിലത്തെ കാപ്പി കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിലുള്ള ഒരുക്കത്തിനിടയിൽ സീതയോട് സുധർമ്മ ചോദിച്ചു, ചേച്ചിക്കിനി ജോലിക്ക് പോയിക്കൂടെ? സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. രാത്രി ജോലിയുള്ളപ്പോൾ പകൽ ഗ്രീഷ്മമോളുടെ സഹായം ഉണ്ടാവുമല്ലോ. സീത അവളെ നോക്കി പുഞ്ചിരിച്ചു. അതൊന്നും ശരിയാവില്ല സുധർമ്മേ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ ഏറെ അറിയാവുന്ന ഞാനാണ്. മക്കൾക്ക് പോലും അത്ര അറിയില്ല. പിന്നെ സുധർമ്മയ്ക്ക് എല്ലാ കാര്യവും കൂടി നോക്കാം ഏറെ പാടാകും, സീത പറഞ്ഞു. സീതേ, വാസുദേവൻ നായരുടെ പതിഞ്ഞ സ്വരത്തിലുള്ള വിളി അത്രയ്ക്ക് ശ്രദ്ധയോടെ നിന്നെങ്കിലേ കേൾക്കാൻ കഴിയും. സംസാരത്തിനിടയിലും സീത അത് കേട്ടു. ഇതേ വിളിച്ചു എന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് സീത വാസുദേവൻ നായരുടെ അടുക്കിലേക്ക് ഓടി. എന്താ, എന്തുണ്ടായി? സീത പരിഭ്രമപ്പെട്ടു. ഏയ്, ഒന്നുമില്ല, നീ ഇങ്ങനെ വിഷമിക്കാതെ, വാസുദേവൻ നായർ പറഞ്ഞു. എനിക്കല്പം വെള്ളം വേണം, തൊണ്ട വരളുന്നു. സീത വാസുദേവൻ നായരുടെ തല മെല്ലെ ഉയർത്തിപ്പിടിച്ച് ഗ്ലാസ്സിലെടുത്ത വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്തു. അന്ന് വൈകുന്നേരം സീത അടുത്തു വന്നപ്പോൾ മനസ്സിലെ വിഷമം അവളോട് പങ്കുവയ്ക്കണമെന്ന് വാസുദേവൻ നായർക്ക് തോന്നി. അയാൾ മെല്ലെ വിളിച്ചു, സീതേ. സീത മൂളി. എന്തു വേണം? അവർ ചോദിച്ചു. നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേ? ഇതെന്ത് ചോദ്യമാണ്? എനിക്കെന്ത് ബുദ്ധിമുട്ടാ? വാസുവേട്ടനെ പരിചരിക്കുന്നതാണോ എനിക്ക് ബുദ്ധിമുട്ട്? ഞാൻ ഭാര്യയല്ലേ, ആ ധർമ്മം നിറവേറ്റണ്ടേ? അവൾ തിരിച്ചു ചോദിച്ചു. അതെ, പക്ഷെ നീ ജോലിക്ക് പോയിട്ട് എത്ര ദിവസമായി? അയാൾ പറഞ്ഞു. അതുതന്നെയാണ് വാസുവേട്ടാ ഞാനും ഓർത്തുകൊണ്ടിരുന്നത്. സീത വാസുദേവൻ നായരോട് അല്പം ചേർന്ന് നിന്ന് തലമുടിയിൽ മെല്ലെ തഴുകി ഒരു കാര്യം പറയാനെന്ന മട്ടിലൊരുങ്ങി. ഞാനൊരു വളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിക്കോട്ടെ? അവർ ചോദിച്ചു. വാസുദേവൻ നായർ ദയനീയമായി അവളെ നോക്കി. വിഷമിക്കണ്ട, ഇനി 4 വർഷം കൂടിയല്ലേ എനിക്കുള്ളൂ. അതിത്തിരി നേരത്തെ ആകുന്നതിൽ എന്താ കുഴപ്പം? വാസുവേട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് അത്യാവശ്യമാണ്. വാസുദേവൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജോലി കഴിഞ്ഞ് വന്ന ഗ്രീഷ്മ അച്ഛൻ്റെ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് അത് കേട്ടത്. അമ്മ ഇപ്പോൾ എന്തിനാ അത് ചെയ്യുന്നത്? ഞാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക്, അവൾ പറഞ്ഞു. നീ തീരുമാനിച്ചോ? എന്ത്? സീത ചോദിച്ചു. ഞാൻ ജോലി രാജിവെക്കുകയാണ്, അല്ലെങ്കിൽ നീണ്ട അവധിയെടുക്കുകയാണ്, അവൾ പറഞ്ഞു. മോളെ, സീതയും വാസുദേവൻ നായരും ഒരുപോലെ വിളിച്ചു. നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? ഇത്ര ചെറുപ്പത്തിലെ ജോലി രാജിവെക്കുക എന്ന് പറഞ്ഞാൽ? സങ്കടവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ സീത പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞമ്മേ, അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അമ്മ ജോലിക്ക് പോയിക്കോളൂ, ഗ്രീഷ്മ പറഞ്ഞു. നീ അച്ഛനെ തോൽപ്പിക്കാൻ നോക്കുകയാണോ മോളെ? വാസുദേവൻ നായർ ചോദിച്ചു. അല്ലച്ച, അവൾ പറഞ്ഞു. പിന്നല്ലാതെ ഇതെന്താ? സീതയ്ക്ക് ദേഷ്യം വർദ്ധിച്ചു. ഇത് അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, ഇവളുടെ വാശിയാണ്, സീത പറഞ്ഞു. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എനിക്കവിടെ പോയിരുന്നിട്ട് ശ്രദ്ധയോടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. പലരും ചോദിച്ചു, ഗ്രീഷ്മയ്ക്ക് കുറച്ച് ദിവസം അവധി എടുത്തൂടെയെന്ന്. അത്രയ്ക്ക് മോശമാണ് ഞാനിപ്പോൾ അവിടെ. ചിലപ്പോൾ എനിക്ക് പണിഷ്മെൻറ്റ് പോലും കിട്ടുമെന്ന് സംശയമാണ്, അവൾ പറഞ്ഞു. നീ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടുന്നുണ്ടോ? ഇത്തിരി ദൈവത്തെ വിചാരിച്ച് നടക്ക്, എല്ലാം നേരെയാകും. സീത അത്രയും പറഞ്ഞിട്ട് മുറി വിട്ടു. ഗ്രീഷ്മ വാസുദേവൻ നായരുടെ അരികിലെത്തി. അടുത്ത് കിടന്ന തോർത്തെടുത്ത് അയാളുടെ കഴുത്തിലും നെറ്റിയിലും ഒക്കെ തുടച്ചു. വൈകുന്നേരം കഴിക്കാനുള്ള മരുന്നെല്ലാം കഴിച്ചോ? അവൾ ചോദിച്ചു. കഴിച്ചു മോളെ. മോള് ചെന്ന് ഡ്രസ്സ് മാറി എന്തെങ്കിലും കഴിക്കി, അയാൾ പറഞ്ഞു. കഴിച്ചോളാം. കുറച്ചു നേരം കൂടി അച്ഛൻ്റെ അരികിൽ നിൽക്കണമെന്ന് തോന്നലായിരുന്നു അവളപ്പം. എങ്കിൽ ചെല്ലേ, അത് കഴിഞ്ഞു മതിയല്ല, അയാൾ നിർബന്ധിച്ചു. അവൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. തലയിൽ ഒന്നുകൂടി തലോടിയിട്ട് തിരിഞ്ഞു. മോളെ, വാസുദേവൻ നായരുടെ ശബ്ദം താഴ്ത്തിയുള്ള വിളി. ആ കേസിൻ്റെ തീരുമാനം അച്ഛൻ മാറ്റണ്ടേ? വേണ്ടച്ച, അത് തുടർന്നോളൂ. എനിക്ക് വിവാഹമോചനം ആവശ്യമാണ്, അവൾ പറഞ്ഞു. മോളെ, അയാളുടെ ശബ്ദം പതറി. അവളെ അയാൾക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. അവനെ പറിച്ചറിയാൻ കഴിയാത്ത ഇവൾക്ക് ഇങ്ങനെയൊരു മാറ്റം തൻ്റെ വീഴ്ചയാണോ കാരണം? അതോ ഇവർക്കിടയിൽ? വാസുദേവൻ നായർ ചിന്തിച്ചു. എൻ്റെ നശിച്ച പിടിവാശി ഒക്കത്തിനും കാരണം. ഇല്ലെങ്കിൽ എൻ്റെ മോളിങ്ങനെ മനസ്താവപ്പെട്ട് വീർപ്പുമുട്ടില്ലായിരുന്നു. ആ പരാതി നിന്നോട് ഒപ്പിട്ട് വാങ്ങിയപ്പോൾ മുതൽ എൻ്റെ വിനാശകാലം ആരംഭിച്ചു. ഞാൻ പ്രകൃതി വിരുദ്ധമാണ് കാണിച്ചതെന്ന് ഈശ്വരൻ എന്നെ പഠിപ്പിച്ചു, വാസുദേവൻ നായർ കുറ്റത്തോടെ പറഞ്ഞു. അതൊന്നുമല്ല, അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട.
എങ്കിൽ ആ ഓട്ടോ ഡ്രൈവറും എന്തെങ്കിലും പ്രകൃതി വിരുദ്ധം കാണിച്ചിരിക്കുമല്ലോ. അച്ഛനെ സമാധാനിപ്പിക്കാനായി അവൾ തിരിച്ചു നടന്നു. ഉണ്ടായിരിക്കാം, വാസുദേവൻ നായർ പറഞ്ഞു. വെറുതെ അച്ഛനെ ഓരോ കാര്യങ്ങൾ ഊഹിച്ചെടുക്കണ്ട. വേണമെങ്കിൽ അച്ഛൻ്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത പഴയ മ്യൂസിക്കുകളോ ലേഖനങ്ങളോ ഞാൻ ഇട്ടുതരാം. അത് കേട്ട് മനസ്സിനെ ആ വഴിക്ക് വിടുക. സംഗീതവും നല്ല മരുന്നാന്ന് കേട്ടിട്ടുണ്ട്. അവൾ ചിരിവരുത്തു. നിന്റെ കഴുത്തിലെ താലിമാല എവിടെ? പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് ശ്രദ്ധിച്ച വാസുദേവൻ നായർ ചോദിച്ചു. അത് ഞാൻ ഊരി വെച്ചു, അവൾ പറഞ്ഞു. ഊരി വെച്ചെന്നോ? അതെ, ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. മോളെ നിന്നേ. അവൾ തിരിഞ്ഞ് അച്ഛനെ നോക്കി. നിന്റെ മനസ്സിലിരിപ്പ് അച്ഛന് മനസ്സിലാവുന്നുണ്ട്. നീ വളരെ തന്ത്രപൂർവ്വം അച്ഛനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക. അതാണ് ഈ ജോലി രാജിക്കുള്ള തയ്യാറെടുപ്പ്, അല്ലേ മോളെ? അയാൾ വേദനയോടെ ചോദിച്ചു. അച്ഛാ. അവൾ ചേർന്ന് നിന്ന് അയാളുടെ മുഖത്തേക്ക് മുഖമണച്ച് കെട്ടിപ്പിടിച്ചു. അധ്യായം 8. മാസം 2 കഴിഞ്ഞു. വാസുദേവൻ നായർക്ക് ഒട്ടേറെ മാറ്റങ്ങൾ വന്നു. കൈക്കും കാലിനുമൊക്കെ നേരിയ അനക്കം വന്നു തുടങ്ങി. സംസാരശേഷി പൂർണ്ണമായും വീണ്ടെടുത്ത് കഴിഞ്ഞിരുന്നു. അന്ന് ഗ്രീഷ്മ അരികിലുണ്ടായിരുന്ന ഒരു സമയം. മോളെ, അവനെ ഞാൻ വീണ്ടും വിളിച്ചാൽ അവൻ വരുമോ? ഒരു പുനരാലോചനയ്ക്ക് സമയമായെന്ന് തോന്നി വാസുദേവൻ അവളോട് ചോദിച്ചു. വേണ്ടച്ച, അച്ഛൻ അപമാനിതനാവണ്ട. വിശാഖേട്ടൻ ഉറച്ച തീരുമാനത്തിൽ തന്നെ, അവൾ പറഞ്ഞു. പെട്ടെന്ന് മുറിയുടെ വാതിക്കലൊരു പോലീസ് വേഷം കണ്ട വാസുദേവൻ മിഴികൾ വിടർത്തി നോക്കി. തിരിഞ്ഞു നോക്കിയ ഗ്രീഷ്മയും കണ്ടു അയാളെ. മേ ഐ കമീനെങ്കിൽ? പുഞ്ചിരിയോടെ അയാൾ അകത്തേക്ക് വന്നു. ഗ്രീഷ്മ അച്ഛൻ്റെ അരികിൽ നിന്നും അല്പം അകന്നു നിന്നു. അങ്കിൾ. ആ വിളി അത് വാസുദേവൻ നായരെ ആശ്ചര്യപ്പെടുത്തി. തോൾപൊട്ടിലെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ തിളക്കമുയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് വ്യക്തം. ഇപ്പോൾ ഇയാളിവിടെ, അതും അങ്കിളെന്ന് വിളിക്കാനും മാത്രം എന്തെടുപ്പം? വാസുദേവൻ നായരുടെ ആലോചന വളർന്നു. പോലീസ് കുപ്പായത്തിനുള്ളിലാണെങ്കിലും ആ മുഖത്തെ അഴകുള്ള ചിരി ഇഷ്ടപ്പെട്ടു. വെളുത്ത് സുമുഖൻ, 5.5 അടിക്ക് മേൽ പൊക്കം, ദൃഢം വന്ന ശരീരം. ഇയാളുമായി തനിക്കെന്ത് ബന്ധം? അതോ എന്തെങ്കിലും അന്വേഷണവുമായി? ഏയ്, അതിന് കീഴ്ഘടകത്തിൽ ആളുണ്ടല്ലോ. പിന്നെ വാസുദേവൻ നായരുടെ മനസ്സിൽ എല്ലാം കൂടിക്കുഴഞ്ഞു. അയാൾ ഗ്രീഷ്മ നിൽക്കുന്നതിൻ്റെ എതിർവശത്ത് കൂടി കട്ടിലിനരികിലേക്ക് വന്നു. സീതയും അന്നേരം അവിടെ എത്തി. ഇപ്പോഴും അയാളുടെ മുഖത്ത് ചിരി മായാതെ നിന്നു. അങ്കിളിന് എന്നെ മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, അയാൾ പറഞ്ഞു. വാസുദേവൻ നായർ ചെറുപുഞ്ചിരിയിൽ തലയനക്കി. ഞാനിവിടെ പോലീസ് ജില്ലാ മേധാവിയാണ്. പേര് ചന്ദ്രാനന്ദ്, അയാളെ പരിചയപ്പെടുത്തി. ഇരിക്കും സാർ. 1-2 കസേരകൾ ആ മുറിയിലുണ്ട്. അങ്ങോട്ടേക്ക് നോട്ടമെറിഞ്ഞ് വാസുദേവൻ നായർ പറഞ്ഞു. താങ്ക്സ്, പക്ഷേ ഈ സാർ വിളി കേൾക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്, അയാളെ ചിരിച്ചു. അങ്കിൾ എന്നെ പേര് വിളിച്ചാൽ മതി, ചന്ദ്രാനന്ദ് എന്ന്. കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ വാസുദേവൻ നായരോടൊപ്പം സീതയും ഗ്രീഷ്മയും ആളറിയാതെ വിഷമിച്ചു. അത് പിന്നെ വാസുദേവൻ നായരുടെ ശബ്ദം നിരങ്ങി. വിഷമിക്കണ്ട. പോലീസ് വേഷത്തിലാണെങ്കിലും ഞാനിപ്പോൾ അങ്കിളിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ചാന്ദിനിയുടെ മകനായിട്ടാണ്, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചാന്ദിനിയോ? വാസുദേവൻ നായർ ആലോചനയിൽ കണ്ടു. ആരായിരിക്കും അതെന്നറിയാനുള്ള ഭാവത്തിൽ സീതയും ഗ്രീഷ്മയും വാസുദേവൻ നായർ നോക്കി. വേണ്ട, അങ്കിൾ വിഷമിക്കണ്ട, ഞാൻ ഓർമ്മയിൽ കൊണ്ടുവരാം. ചന്ദ്രാനന്ദ് കസേര അല്പം മുന്നോട്ട് വലിച്ച് വാസുദേവൻ നായരുടെ അടുപ്പിച്ച് അതിലിരുന്നു. അങ്കിള് വർഷങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴയിൽ ജോലി ചെയ്തിരുന്നത് ഓർമ്മയുണ്ടോ? അയാൾ ചോദിച്ചു. ഉവ്. അന്ന് എവിടെയായിരുന്നു അങ്കിള് താമസിച്ചത്? എൻ്റെ അടുത്ത ചോദ്യത്തിൽ വാസുദേവൻ നായരുടെ ഓർമ്മകൾ വികസിച്ചു. അടൂപ്പറമ്പ്, ചാന്ദിനി. പെട്ടെന്ന് ആ പേര് ഓർമ്മയിൽ വെളിവായി. വാസുദേവൻ നായരുടെ മുഖത്ത് നേർമയായൊരു ചിരി പടർന്നു. ചാന്ദിനിയുടെ മകൻ, ഇവൻ ഉന്നതനായ പോലീസ് ഓഫീസർ. വാസുദേവൻ നായരെ അവൻ്റെ മുഖത്തു നിന്നും കണ്ണുകൾ പറിച്ചില്ല. നേര് സുന്ദരിയായ ചാന്ദിനിയുടെ തനിപ്പറപ്പ്, മേൽമീശ ഉണ്ടെന്ന് മാത്രം. വാസുദേവൻ നായർ പുഞ്ചിരിച്ചു. ചാന്ദിനിയുടെ മകൻ? അതെ അങ്കിൾ. മമ്മി എപ്പോഴും അങ്കിളിൻ്റെ കാര്യം പറയുമായിരുന്നു. UPSCയുടെയും PSCയുടെയും ഒക്കെ ടെസ്റ്റ് എഴുതിക്കാൻ മടിച്ചായിരുന്നു എൻ്റെ മമ്മിയെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നതൊക്കെ. അവനത് പറഞ്ഞപ്പോൾ വാസുദേവൻ നായർ ഒന്ന് ചിരിച്ചു. സീതയും ഗ്രീഷ്മയും അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്നു. ഇപ്പോൾ മമ്മിയുടെ വാസുദേവൻ നായർ തിരക്കി. അമേരിക്കയിലാണ്. ആ കഥ പറയാൻ ഒട്ടേറെയുണ്ട്, ചന്ദ്രാനന്ദ് പറഞ്ഞു. വാസുദേവൻ നായർ സീതയെ നോക്കി. കേട്ടോ സീതേ, നിന്നെ കെട്ടുന്നതിന് മുമ്പുള്ള കഥയാണ്.
എനിക്ക് മനസ്സിലായി, സീത പറഞ്ഞു. ആട്ടെ, മുത്തശ്ശിയും മുത്തച്ഛനും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി പ്രായമായി കാണും, വാസുദേവൻ നായർ പറഞ്ഞു. ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ആന്ധ്രയിലാണ്, മുത്തശ്ശിയുടെ നാട്ടിൽ. മുത്തശ്ശന് 87, മുത്തശ്ശിക്ക് 85 ഉണ്ട്, ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പുരയിടമൊക്കെ വിറ്റോ? ഇല്ല, ഇപ്പോഴും ഉണ്ട്. ഒരു ചികിത്സാ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുക. ഞങ്ങളല്ല, വേറൊരാൾ. അയാൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. മോൻ മാത്രമല്ല ചാന്ദിനിക്ക്? അല്ല, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? വാസുദേവൻ നായർ ചിരിച്ചു. അതിനെന്താ, അങ്ങനെ വിളിക്കാവൂ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ സീതയെയും ഗ്രീഷ്മയും നോക്കി. അങ്ങനെ തന്നെ വേണ്ട എന്ന മട്ടിൽ ചിരിച്ചു. മമ്മിക്ക് മക്കൾ 3 പേരാണ്. 2 പേരും മമ്മിയുടെ ഭർത്താവിനോടൊപ്പം അമേരിക്കയിലാണ്. അവിടെ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് മമ്മിയും ഭർത്താവും. കുറച്ചു നേരം എല്ലാവരും മൗനത്തിലായി. മമ്മിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞതിലായിരിക്കും അങ്കിൾ മൗനത്തിലായതെന്ന് മനസ്സിലായി. പറഞ്ഞത് വാസ്തവ. ഒരു അമേരിക്കൻ ആന്ധ്രാക്കാരൻ. എൻ്റെ അച്ഛൻ ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. അതിനുശേഷമാണ് അവരുടെ വിവാഹം. പിന്നെ ഞാൻ വളർന്ന IPS എടുത്തപ്പോഴേക്കും അതൊരു വലിയ കഥയായി. എനിക്ക് ഇവിടേക്ക് മാറ്റം കിട്ടിയപ്പോൾ മുതൽ മമ്മി പറയുന്നു അങ്കിളുടെ വിവരം അറിയണമെന്ന്. പറഞ്ഞപ്പോൾ ഈ സ്ഥിതിയിലും, ചന്ദ്രാനന്ദ് പറഞ്ഞു. കുറച്ച് നിമിഷത്തിന് ശേഷം അവൻ സീതയെയും ഗ്രീഷ്മയുടെയും നേരെ നോക്കി. ആൻറ്റിയും മോളും അല്ലേ? നിങ്ങളിതുവരെ ഒന്നും പറഞ്ഞു കണ്ടില്ല. അവൻ നേർത്ത ചിരിയോടെ നിന്നു. എല്ലാം കേൾക്കുകയല്ലേ, അപ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല. പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ രാത്രി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒരുപാട് ആകാംക്ഷകൾ നിറഞ്ഞ എപ്പിസോഡുകളിലേക്കാണ് ഇനി കഥ മൂവ് ചെയ്യുന്നത്. ഏകദേശം പകുതിയോടടുക്കാനായിരിക്കുന്നു സ്റ്റോറി അല്ലേ? ഒത്തിരി പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് അനുജത്തി നിനക്കായി എന്നുള്ള നോവൽ. ഇത് കഴിഞ്ഞ ഉടൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുകയും സ്റ്റാറ്റസ് വെക്കുകയും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. വീണ്ടും നാളെ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.